Good afternoon. Good afternoon. Afternoon, ma'am. Good afternoon, Miss. Afternoon, Miss. Good afternoon. എല്ലാരും നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലത്തേക്ക് നോക്കിയില്ലേ? വായിച്ചൊക്കെ കഴിഞ്ഞതല്ലേ? എവിടെ വരെയാ നമ്മൾ നിർത്തിയത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ജലം ജലം സാർവലൈകം അല്ലേ? അതെ. എന്റെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കേൾക്കുന്നില്ലെങ്കിൽ എന്നോടൊന്നും ഇങ്ങോട്ട് പറയാം, എന്തെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ കേട്ടോ. അപ്പൊ പ്രളയ സമതലങ്ങളൊക്കെ നോക്കിയിരുന്നില്ലേ? ഒന്നും ഡൗട്ടില്ലല്ലോ ഇതിനകത്ത്. വലയങ്ങൾ എന്താണ്, മിയാൻഡറുകൾ എന്താണ്, അതുപോലെ ഓക്സ്ബോ തടാകങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, വീരൂപ താഴ്വരകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഒന്ന് പറഞ്ഞേ, വീരൂപ താഴ്വരകൾ എങ്ങനെയാ രൂപപ്പെടുന്നത്? അത് ഒന്ന് പറഞ്ഞു. ഞാനിവിടെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക്. എന്നോട് ചോദിച്ചിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ആരൊക്കെയോ? ഓ അതെ. ഞാൻ ആദ്യം തുടങ്ങിയുള്ള നോട്ട്സ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്. അതായത് തുടങ്ങുന്നത് എവിടെന്നാ, ഭൂരൂപങ്ങൾ തുടങ്ങി ഇതിന്റെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത് വരെയുള്ള നോട്ട്സ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നോട്ട്സ് അവര് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പോ വീരൂപ താഴ്വരകൾ രൂപപ്പെടുന്നത് ഒഴുക്കിന്റെ വേഗമാണ് ആദ്യം വർദ്ധിക്കുന്നത് അല്ലെ? അങ്ങനെ ഒഴുക്കിന്റെ വേഗം വർദ്ധിക്കുമ്പോൾ എന്താണ്, അപരദന തീവ്രത കൂടുന്നു അല്ലെ? അപരദന തീവ്രത കൂടുമ്പോൾ നദികളുടെ ആഴം വർദ്ധിക്കുന്നു. നദികളുടെ ആഴം വർദ്ധിക്കുമ്പോൾ എന്താണ്, താഴ്വരകൾക്ക് അല്ലെ അവിടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുന്നു. അപ്പൊ താഴ്വരകൾക്ക് പ്രത്യേക രൂപം കൈവരുന്നു. അതാണ് വീരൂപ താഴ്വരകൾ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് ആയിട്ട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ അങ്ങനെ തന്നെ പകർത്തി എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്തെടുക്കാം കേട്ടോ. അപ്പോ സാർവലായകം ജലം അല്ലെ? ഒട്ടുമിക്ക വസ്തുക്കളെയും അലിയിച്ചു ചേർക്കാൻ കഴിവുള്ള ജലം ശിലകളിലൂടെ ഒഴുകുമ്പോൾ ശിലകളിലെ ചില ധാതുക്കൾ ജലത്തിൽ അലിഞ്ഞു ചേരുന്നു. ഈ പ്രവർത്തനത്തെയാണ് എന്ത് പറയുന്നത്? ലയനം അഥവാ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഭൂഗർഭ ജലജന്യ രൂപങ്ങള്. ഇവിടെ ഒരു ഭൂപ്രകൃതി അല്ലെ, ഒരു എന്താ പറയാ, ഒരു ഭൂഗർഭ ജലജന്യ രൂപം, ഒരു ഭൂരൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതെന്താണ്? സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല. ഇല്ലല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ ഇപ്പൊ? ഇല്ല 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 മിസ്. മ്യൂട്ട് ചെയ്ത്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല ഇല്ല. അതാ സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നു നേരത്തെ. ഇപ്പൊ വന്നു മിസ്സേ. ഇപ്പൊ വന്നു. ഇപ്പൊ കാണുന്നുണ്ട്. കാണുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് നമ്മളെ ലയനമുള്ള പറഞ്ഞത്? എന്താണ്, വസ്തുക്കളെ അലിയിച്ച് ചേർക്കും അല്ലെ? ശിലകളിലെ ചില ധാതുക്കളുമായിട്ട് ജലത്തിൽ അലിഞ്ഞു ചേരും. ഈ പ്രവർത്തനത്തെയാണ് ലയനം എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ ഭൂഗർഭ ജലജന്യ രൂപങ്ങളാണ്. അതായത് ഇതൊരു
എന്താ പറയാ ഒരു രൂപമാണ് ഈ കാണുന്നത് അല്ലെ. ഭൂഗർഭജല ജന്യ രൂപങ്ങളാണ്. ഈ ഇതൊരു ഭൂരൂപമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഭൂമിയിൽ താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം ചുണ്ണാമ്പ് കല്ല് പോലുള്ള ശിലകളിൽ പതിക്കുമ്പോൾ അവ വളരെ എളുപ്പം ജലത്തിൽ ലയിക്കുന്നു. ആയതിനാൽ ഭൂഗർഭജലത്തിന്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾ മുഖ്യമായും ചുണ്ണാമ്പ് ശിലാ പ്രദേശങ്ങളിലാണ് കാണുന്നത്. ഇത്തരം ഭൂസവിശേഷതകളെ പൊതുവെ കാസ്റ്റ് ഭൂപ്രകൃതി എന്നാണ് വിളിക്കുന്നത്. അതായത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മുടെ മഴവെള്ളം മുകളിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ എന്താണ് ഭൂമിയിലേക്ക് വന്ന് പതിക്കുമ്പോൾ എന്താണ് ചില പ്രദേശങ്ങളുണ്ട്. ഇപ്പൊ ചുണ്ണാമ്പ് ശിലകൾ കാണപ്പെടുന്ന ചില പ്രദേശങ്ങളുണ്ട്. അവിടെ എന്താണ് ധാരാളം ചുണ്ണാമ്പ് ശിലകൾ ഉണ്ടാകും. അപ്പൊ ഈ ചുണ്ണാമ്പ് ശിലകളിൽ എന്താണ് ഈ മഴവെള്ളം വീണിട്ട് എന്താണ് അത് രണ്ടും കൂടി മിക്സ് ആവും. ഓക്കെ, ഓർത്ത് വെക്ക. മഴവെള്ളം വീഴുമ്പോൾ മഴവെള്ളവും ചുണ്ണാമ്പ് ശിലാ പ്രദേശങ്ങളിലെ ചുണ്ണാമ്പ് ശിലയും തമ്മില് മിക്സ് ആവും. അതായത് അതൊരു മിശ്രിതമാകും. ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു മിശ്രിതമായിട്ട് എന്താണ് ചുണ്ണാമ്പ് ശിലാഗുഹകള് രൂപപ്പെടുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത് കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ കൺഫ്യൂഷൻ വരും, വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല. അതുകൊണ്ട് ഈസി, അതായത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റത്തക്ക രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിന്റെ നോട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എഴുതി എടുക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അതായത് മഴവെള്ളം ഭൂമിയിൽ, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ചുണ്ണാമ്പ് ചില പ്രദേശങ്ങളിലെ ചുണ്ണാമ്പ് ശിലകളിലെ ഈ മഴവെള്ളം വന്ന് തട്ടിയിട്ട് എന്താവും ഈ മഴവെള്ളവും ഈ ചുണ്ണാമ്പ് ശിലയും തമ്മില് ലയിച്ച് എന്താകും ഒരു മിശ്രിതമാകും. ഇങ്ങനെ മിശ്രിതമാകുമ്പോൾ എന്താണ് അവിടെ എന്താണ് ഒരു ചുണ്ണാമ്പ് ശില ഗുഹകള് രൂപപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ആ ഒരു പ്രത്യേക പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലേസിനെ പറയുന്ന പേരാണിത് കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ ഇനി? ഉണ്ടോ? മനസ്സിലായി. കൊടുത്തിട്ടുണ്ട്, പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുണ്ണാമ്പ് കാസ്റ്റ് ഭൂപ്രകൃതിയുടെ ഒരു പിക്ചറാണ് കണ്ടോ. മുകളിൽ നിന്ന് മഴവെള്ളം വീഴുന്നു, ചുണ്ണാമ്പ് ശിലയാണ് താഴെ കൊടുത്തിരിക്കുന്നത്, ഒരു ഗുഹ രൂപപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ എന്താണ് ഇതിനെ പറയുന്ന ടോട്ടലി ഇതിനെ വിളിക്കുന്ന പേരാണെന്ത് കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് PSC ചോദിച്ചാൽ നിങ്ങൾക്ക് പറയുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് വെള്ളവും അതുപോലെ തന്നെ ചുണ്ണാമ്പ് ശിലയും തമ്മിൽ മിക്സ് ആയിട്ട് ചില ഗുഹകള് ശിലാരൂപങ്ങള് രൂപപ്പെടുന്നു. അതിനെയാണ് കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നില്ല കേട്ടോ. കാണാൻ പറ്റുന്നില്ലേ? ഇപ്പോഴും കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ല. നമുക്ക് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ നോക്കിയേ അടുത്തൊരു പാരാഗ്രാഫിൽ എന്താണെന്ന് അപ്പൊ ഒരു പിക്ചറാണ് 4.40 ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുണ്ണാമ്പ് ശിലയുടെ. ഇനി ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടായ ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ താഴേക്ക് തുള്ളികളായി വീഴുന്നു. ഇപ്രകാരം താഴേക്ക് വീഴുന്ന മിശ്രിതത്തിന്റെ കുറച്ചു ഭാഗം ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ പ്രക്രിയ ഏറെ കാലം തുടരുന്നതിന്റെ ബലമായി ഈ ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ താഴേക്ക് വളരുന്നു. ഈ ഭൂരൂപങ്ങളെ സ്റ്റാലക്ടൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോ ഈ പാരാഗ്രാഫ് നിങ്ങൾ വായിച്ചു നോക്കാം. കൂടുതൽ ഡീപ്പിൽ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് സ്റ്റാലക്ടൈറ്റുകൾ എന്ന്. അതായത് ഞാനിപ്പോ പറഞ്ഞല്ലേ കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് പറയുന്നത് മഴവെള്ളവും അതുപോലെ തന്നെ ചുണ്ണാമ്പ് ശിലയും തമ്മിൽ മിക്സ് ആയിട്ട് ഒരു ശിലാരൂപം ഒരു ഗുഹ രൂപപ്പെടുന്നതാണ് കാസ്റ്റ് ഭൂപ്രകൃതി അല്ലെ. അപ്പൊ ഈ മഴവെള്ളം മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോ എന്താണ് ഈ ചുണ്ണാമ്പ് ശിലയായിട്ട് മിക്സ് ആവും അല്ലെ. മിക്സ് ആയിട്ട് എന്താണ് അതൊരു മിശ്രിതമാകും അല്ലെ. ആ ഒരു മിശ്രിതം ചുണ്ണാമ്പ് ശിലാ ഗുഹയുടെ എന്താണ് മുകൾ ഭാഗത്ത് പറ്റിപ്പിടിച്ചിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വളരുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഒരു ചൂല് പോലെ അല്ലെങ്കിൽ എന്താണ് മരത്തിന്റെ ഒരു ശാഖ പോലെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. എന്തായിട്ട് മിക്സ് ആയിട്ട് ഈ മഴവെള്ളവും അതുപോലെ തന്നെ ചുണ്ണാമ്പ് ശിലയും തമ്മിൽ മിക്സ് ആയിട്ട് ഗുഹയുടെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതെന്താണ് ഒരു മരത്തിന്റെ ചില്ല പോലെയോ അല്ലെങ്കിൽ ഒരു ചൂലിന്റെ ഷേപ്പ് പോലെയോ മുകളിൽ നിന്ന് താഴേക്ക് വളരുന്നു. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത് സ്റ്റാലക്ടൈറ്റുകൾ
സ്റ്റാലക്ടൈറ്റുകൾ എന്ന്. ഓക്കെ, അപ്പോ ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. മുകളിൽ നിന്ന് വീഴുന്ന മഴവെള്ളം ചുണ്ണാമ്പ് ശിലയുമായിട്ട് മിക്സായി കൂടിച്ചേർന്ന് എന്താണ് മുകളിൽ നിന്ന് താഴേക്ക് വളരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റാലക്ടൈറ്റുകൾ എന്ന്. ഓക്കെ, മനസ്സിലായോ? ഒന്ന് പറഞ്ഞ എന്താണ് സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറഞ്ഞ എന്താണെന്ന് ഒന്ന് പറഞ്ഞേ. സ്റ്റാലക്ടൈറ്റുകള് മഴവെള്ളം ചുണ്ണാമ്പുമായി കൂടി വീഴുന്ന ചുണ്ണാമ്പും വെള്ളവും മിക്സായി ഗുഹ രൂപപ്പെട്ട് അതിലൂടെ അത് വളർന്ന് വരുന്ന ആ പ്രോസസ്. മുകളിൽ നിന്ന് താഴേക്കാണ് വളരുന്നത്. മുകളിൽ നിന്ന് താഴേക്കാണ് എന്ത് വളരുന്നത്, സ്റ്റാലക്ടൈറ്റുകൾ എന്ന് നമ്മൾ പറയുന്നത്. മുകളിൽ നിന്ന് താഴേക്ക്. കാരണം ഇനി വേറൊരു പ്രോസസ്സ് പറയും, അത് താഴേന്ന് മുകളിലോട്ടാണ് വളരുന്നത്. അതുകൊണ്ട് ഇത് പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. ചുണ്ണാമ്പ് ശിലാ പ്രദേശങ്ങളില് മുകളിൽ നിന്ന് താഴേക്ക് വളരുന്ന ഭൂരൂപങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റാലക്ടൈറ്റുകൾ. ഓക്കെ, ചുണ്ണാമ്പ് ശിലാ പ്രദേശങ്ങളില് മുകളിൽ നിന്ന് താഴേക്ക് വളരുന്ന ഭൂരൂപങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റാലക്ടൈറ്റുകൾ. ഇനി അടുത്ത നോക്കാം. ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് തുള്ളിയായി വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ അവിടെ അടിഞ്ഞുകൂടുന്ന ചുണ്ണാമ്പ് നിക്ഷേപം താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നു. ഈ ഭൂരൂപങ്ങളെ സ്റ്റാലക്മൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഇത് നോക്കിയത് വ്യത്യാസമില്ലേ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ് വളരുന്നത് അല്ലെ. ആ ഒരു മിശ്രിതം രൂപപ്പെട്ടിട്ട് ഗുഹയുടെ മുകളിൽ നിന്ന് താഴേക്കാണ് വളരുന്നത്. ഇനി സ്റ്റാലക്മൈറ്റുകൾ എന്താണ്? പേരുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, പ്രോസസ്സിനും വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി സ്റ്റാലക്മൈറ്റുകൾ എന്താണെന്ന് ചോദിച്ചാല്, അതായത് മഴവെള്ളവും അതുപോലെ ചുണ്ണാമ്പ് ശിലയും തമ്മിൽ മിക്സ് ആയിട്ട് ഗുഹയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് എന്താണ് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതമാണ് താഴേക്ക് വളരുന്നത്. അതാണ് സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറഞ്ഞു. ഇനി ഇത് ഗുഹയുടെ ആ മിക്സ് ആയിട്ടുള്ള ഒരു മിശ്രിതം ഈ ഗുഹയുടെ മുകൾ ഭാഗത്ത് പറ്റിപ്പിടിക്കാതെ ചില തുള്ളികളായിട്ട് എന്ത് ചെയ്യുന്നു, താഴേക്ക് ഡയറക്റ്റ് ആയിട്ട് വീഴുന്നു. ഗുഹയുടെ മുകൾ ഭാഗത്ത് പറ്റിപ്പിടിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഡയറക്റ്റ് ആയിട്ട് താഴേക്ക് അടിത്തറയിൽ വന്ന് പതിക്കുന്നു. ഈ അടിത്തറയിൽ വന്ന് പതിക്കുന്ന ആ ഒരു മിശ്രിതം, ആ ഒരു ചുണ്ണാമ്പ് നിക്ഷേപം എന്താണ്, താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നു. ഓക്കെ, മരത്തിന്റെ ചില്ലയായിട്ടോ അല്ലെങ്കിൽ ചൂല് രൂപത്തിലോ നിങ്ങൾ ചിന്തിക്കുക. താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നു. ഇതിനെയാണ് സ്റ്റാലക്മൈറ്റുകൾ എന്ന് പറയുന്നത്. പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. സ്റ്റാലക്ടൈറ്റുകൾ എന്നത് ഗുഹയുടെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു മിശ്രിതമാണ് താഴേക്ക് വളരുന്നത്. എന്നാൽ പറ്റിപ്പിടിക്കാതെ ഡയറക്റ്റ് ആയിട്ട് വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതത്തിന്റെ തുള്ളികള് താഴെ വീണിട്ട് താഴെ നിന്ന് മുകളിലേക്കാണ് എന്ത് വളരുന്നത്, സ്റ്റാലക്മൈറ്റുകള് വളരുന്നത്. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ സ്റ്റാലക്മൈറ്റുകൾ എന്ന് പറഞ്ഞ എന്താണ് സ്റ്റാലക്മൈറ്റുകള്? തുള്ളിയായി വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീണിട്ട് താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നു. ഇതിനെയാണ് സ്റ്റാലക്മൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കാം. ഇതൊക്കെ ഭൂരൂപങ്ങളാണ് കേട്ടോ, ഭൂരൂപങ്ങളാണ്. അടുത്തത് സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലക്മൈറ്റുകളും കൂടുതൽ വളരുന്നതിലൂടെ അവ പരസ്പരം കൂടിച്ചേർന്ന് സ്തംഭങ്ങൾ രൂപപ്പെടുന്നു. സ്തംഭങ്ങൾ അഥവാ പില്ലേഴ്സ്. അപ്പൊ വേണ്ടി ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇന്ന് നോക്കിയാൽ കണ്ടോ, പിക്ചർ കണ്ടാൽ മനസ്സിലാവും. നോക്കിയേ, ഗുഹയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഭാഗം ഇങ്ങനെ കണ്ടോ വളരുകയാണ്. ഇതിനെയാണ് സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ആ ഒരു ചുണ്ണാമ്പ് മിശ്രിതം താഴെ വീണിട്ട് ആ താഴെ നിന്ന് മുകളിലേക്ക് വളരുന്ന ആ ഒരു സംഭവത്തിനാണ് എന്ത് പറയുന്നത്, സ്റ്റാലക്മൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്, സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലക്മൈറ്റുകളും കൂടുതൽ, അതായത് ഇതിങ്ങനെ മുകളിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, താഴേന്ന് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു സ്ഥലത്ത് വെച്ച് കൂട്ടിമുട്ടൂല്ലേ. അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ വേറൊരു ഭൂരൂപം അവിടെ രൂപപ്പെടുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, സ്തംഭങ്ങൾ അഥവാ പില്ലേഴ്സ് എന്ന് പറയുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റാലക്ടൈറ്റ് വളരുന്നുണ്ട്, താഴേന്ന് മുകളിലേക്ക് സ്റ്റാലക്മൈറ്റ് വളരുന്നുണ്ട്. ഇത് രണ്ടും ഒരു സ്ഥലത്ത് വെച്ച് കൂട്ടിമുട്ടുന്നു. കൂടുതൽ വളരുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്, കൂട്ടിമുട്ടുന്നു. ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ എന്താ അവിടെ രൂപപ്പെടുന്നത്, സ്തംഭങ്ങൾ, ചുണ്ണാമ്പ് ശിലാ സ്തംഭങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നോക്കിയാൽ നിങ്ങൾ കണ്ടോ, കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്?
പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ, കണ്ടോ? മുകളിൽ നിന്ന് താഴേക്ക് വളരുന്നു, താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നു. ഇത് രണ്ടും തമ്മിൽ ഇതേ കൂടിച്ചേർന്നു. ഇവിടെ എന്തായി? ഒരു സ്തംഭം അല്ലെ, ഒരു പില്ലർ ഇവിടെ രൂപപ്പെട്ടു. കണ്ടോ, ഞാൻ മൗസ് പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഒരു പില്ലർ അവിടെ രൂപപ്പെട്ടു. ഇതിനെയാണ് പറയുന്നത് ചുണ്ണാമ്പ് ശിലാ സ്തംഭങ്ങൾ. ഓക്കെ, മൂന്നും ക്ലിയർ ആയില്ലേ? മൂന്നും ക്ലിയർ ആയോ? ഓക്കെ. ക്ലിയർ ആയി? ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും? എന്താണ് സ്റ്റാലക്ടൈറ്റുകള്, എന്താണ് സ്റ്റാലഗ്മൈറ്റുകള്, എന്താണ് ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങൾ കേട്ടോ. ഓക്കെ, പിക്ചർ നോക്കിയാൽ നമുക്ക് പോകുന്നുണ്ടോ? ഇവിടെ വെവ്വേറെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ? സ്റ്റാലക്ടൈറ്റുകൾ ഇതേ മുകളിൽ നിന്ന് താഴേക്ക് വളരുന്നു. സ്റ്റാലഗ്മൈറ്റുകള് താഴേന്ന് മുകളിലേക്ക് വളരുന്നു. ഇത് രണ്ടും തമ്മിൽ കൂടി ചേർന്നിട്ട് പില്ലറ് അഥവാ ചുണ്ണാമ്പ് ശിലാസ്തംഭത്തിന് രൂപം കൊടുക്കുന്നു. ഓക്കെ, ഇനി എടുത്ത് നോക്കിയേ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്തുള്ള ബോറോ ഗുഹകൾ ചുണ്ണാമ്പ് ശിലാകൾക്ക് ഉദാഹരണമാണ്. ചിത്രം 4.16 കണ്ടോ? ബോറോ ഗുഹയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആന്ധ്രാപ്രദേശിലാണ് ബോറോ ഗുഹ, വിശാഖപട്ടണത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ചുണ്ണാമ്പ് ശിലാ ഗുഹയാണ്. ഓക്കെ, അപ്പൊ ആന്ധ്രാപ്രദേശിലെ ബോറോ ഗുഹ എന്തൊരു ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ചുണ്ണാമ്പ് ശില ചുണ്ണാമ്പ് ശിലാ ഗുഹയ്ക്ക് ഉദാഹരണമാണ് ബോറോ ഗുഹ. ഇത് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. ഓക്കെ, 2-3 പേര് മ്യൂട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയാം. അതെയോ? ഞാൻ നോക്കട്ടെ. സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് വല്ലാതെ. മ്യൂട്ട് ചെയ്യട്ടോ, മ്യൂട്ട് ചെയ്യേ, ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ നിങ്ങള്, ചില കടലോര കാഴ്ചകൾ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോ തിരമാലകളുടെ അപരദനം, നിക്ഷേപണം എന്നിവയുടെ ഫലമായാണ് കടൽ തീര ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ്, നമ്മള് ഇപ്പൊ കുറെ ഭൂരൂപങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. ഇപ്പൊ എന്താ പറയാ, ഭൂരൂപ താഴ്വരകള്, ഓക്സ്ബോ തടാകങ്ങള്, വളയങ്ങളൊക്കെ എന്താണ്? ഭൂരൂപങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ്, തിരമാലകൾ എന്തുണ്ടാക്കുന്നുണ്ട്? ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. തിരമാലകളുടെ അപരദനവും അതുപോലെ തന്നെ നിക്ഷേപണവും മൂലം. അപരദനം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരമാലകളുടെ അപരദനം എന്ന് പറയുമ്പോൾ അപരദനം എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? അപരദനം എന്താ? അപരദനം മറന്നുപോയോ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് അപരദനം. നിക്ഷേപണം എന്ന് പറയുന്നത് എന്താണ്? നിക്ഷേപണം അല്ലെ. അപ്പൊ തിരമാലകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ ചെയ്യുന്നുണ്ട്. അപരദനം ചെയ്യുന്നുണ്ട്, നിക്ഷേപണവും ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് കടൽ തീരത്ത് ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നത്, കടൽ തീര ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പൊ കടൽ തീരങ്ങളിലെ ചില ഭൂരൂപങ്ങൾ പരിചയപ്പെടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ഭൂരൂപമാണ് അതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ, കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ് കടൽ തീര ക്ലിഫുകൾ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ കടലിലെ, അതായത് നമ്മള് ബീച്ചിലൊക്കെ പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും. കടലിലേക്ക് തള്ളി നിൽക്കുന്ന, എല്ലാ സ്ഥലത്തും കാണാൻ സാധിച്ചെന്ന് വരില്ല, എല്ലാ ബീച്ചുകളിലൊന്നും ഉണ്ടായെന്ന് വരില്ല, ചില ചില സ്ഥലത്ത് ഉണ്ടായെന്ന് വരാം. അപ്പൊ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായിട്ടുള്ള കുന്നുകളെയാണ് എന്ത് പറയുന്നത്? കടൽ തീര ക്ലിഫുകൾ, സീ ക്ലിഫ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് തിരമാല ഉണ്ടാക്കുന്ന ഒരു ഭൂരൂപമാണ്. അപ്പൊ തിരമാല ഉണ്ടാക്കുന്ന ഒരു ഭൂരൂപങ്ങളിൽ പെടുന്നതേത്, പെടാത്തതേത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ എന്താണ്? തിരമാല ഉണ്ടാക്കുന്ന ഒരു ഭൂരൂപമാണ് കടൽ തീര ക്ലിഫുകൾ എന്ന് പറയുന്നത്. കടൽ തീര ക്ലിഫുകൾ എന്നാല് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായിട്ടുള്ള കുന്നുകളെയാണ് കടൽ തീര ക്ലിഫുകൾ എന്ന് പറയുന്നത്. ഇനി തിരമാലകളുടെ അപരദന ഫലമായാണ് കടലിന് അഭിമുഖമായ കരഭാഗം ഇടിഞ്ഞാണ് ചെങ്കുത്തായ ഈ രൂപം ഉണ്ടാകുന്നത്. അതായത് തിരമാലകൾക്കുണ്ടാകുന്ന, അതായത് തിരമാലകളിലെ അപരദനത്തിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഈ കടൽ തീരത്ത് ഈ ചെങ്കുത്തായിട്ടുള്ള കുന്നുകൾ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്? കടലിന് അഭിമുഖമായിട്ടുള്ള കരഭാഗം ഇടിഞ്ഞാണ് ഈ ചെങ്കുത്തായിട്ടുള്ള രൂപം ഉണ്ടാകുന്നത്. അപ്പൊ രണ്ട് പ്രധാന പോയിന്റ്സ് ആണ് ഇതിനകത്ത് ഓർത്തിരിക്കാനുള്ളത്. കടൽ തീരം ഉണ്ടാക്കുന്ന ഭൂരൂപം ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അതിൽ ആദ്യം വരുന്നത് കടൽ തീര ക്ലിഫുകളാണ്. അത് കടലിലേക്ക് തള്ളി നിൽക്കുന്നത് ചെങ്കുത്തായിട്ടുള്ള കുന്നുകളാണ്. ഇനി എന്താണ്? തിരമാലകളുടെ അപരദന ഫലമായിട്ടാണ് ഈ ഭൂരൂപം ഉണ്ടാകുന്നത്. ഓക്കെ,
അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല തീരത്ത് കാണുന്ന കടൽ തീര ക്ലിഫുകളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് വർക്കല ബീച്ച് അല്ലെ, വർക്കല ബീച്ച് തിരുവനന്തപുരം ജില്ലയിലാണ് വർക്കല ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. വർക്കല ബീച്ചിൽ കാണുന്ന ഒരു എന്താ പറയാ കടൽ തീര ക്ലിഫാണ് കണ്ടോ. ചെങ്കുത്തായിട്ടുള്ള കുന്നുകൾ കണ്ടോ, കടലിനോട് അഭിമുഖമായിട്ട് എന്താണ് ചെങ്കുത്തായിട്ടുള്ള കുന്ന് കാണപ്പെടുന്നു. ഇത് തിരമാലയുടെ അപരദന ഫലമായിട്ടാണ് എന്ത് രൂപപ്പെട്ടേക്കണത്, ഈ ഒരു കടൽ തീര ക്ലിഫ് ഈ വർക്കലയില് രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. ഇനി തിരമാലകൾ കടൽ തീരശിലകളിൽ ശക്തമായി അടിക്കുന്നതിനാൽ അവയ്ക്ക് തേയ്മാനം സംഭവിക്കുന്നു. അപ്പൊ എന്താണ് തിരമാലകൾ, എന്താണ് കടൽ തീരത്തുള്ള ശിലകളില് ശക്തമായിട്ട് വീശി അടിക്കും അല്ലെ, നമ്മൾ കാണാറുണ്ടല്ലേ ശക്തമായിട്ട് തിരമാല വരുന്നത്. അപ്പൊ എന്താണ് ഇങ്ങനെ ശിലകളിൽ ഇങ്ങനെ വീശി അടിക്കുമ്പോൾ ആ ശിലകൾക്ക് എന്ത് സംഭവിക്കും, തേയ്മാനം സംഭവിക്കും അല്ലെ, അതിനെന്താണ് ഡാമേജ് വരും. അപ്പൊ ഇപ്രകാരം തിരമാലകളുടെ അപകർഷണത്തിന്റെ ഫലമായി കടൽ തീര ശിലകൾ ഒറ്റപ്പെട്ട തൂണുകളായി രൂപപ്പെടുന്നു. അപ്പൊ എന്താണ് ഒറ്റപ്പെട്ട തൂണുകളായി രൂപപ്പെടുന്നു. അപ്പൊ ഈ കടൽ തീരത്ത് എഴുതി നിൽക്കുന്ന തൂണുകൾ പോലുള്ള ഇത്തരം ശിലാരൂപങ്ങളെ സ്തംഭങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഒറ്റപ്പെട്ട തൂണുകളെ വിളിക്കുന്നത് എന്ത് തന്നെയാണ്, സ്തംഭങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കടൽ തീരത്ത് കാണപ്പെടുന്ന അപകർഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന രൂപങ്ങളെയാണ് എന്ത് പറയുന്നത്, സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കടൽ തീരത്ത് കാണപ്പെടുന്ന സ്തംഭങ്ങളുടെ ദൃശ്യമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിയേ കണ്ടോ, ഇങ്ങനെ ശിലകൾക്കൊക്കെ തേയ്മാനം സംഭവിച്ചുകൊണ്ട് ഉണ്ടായി രൂപപ്പെട്ടു വന്ന എന്താ പറയാ തൂണുകളാണിവ. ഈ തൂണുകളെ പറയുന്ന പേരാണ് സ്തംഭങ്ങൾ. കണ്ടോ, ഞാൻ മൗസ് പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് സ്തംഭങ്ങള്. ഈ സ്തംഭങ്ങൾ കാണപ്പെടുന്നത് തലശ്ശേരിയിലാണ് കേട്ടോ. തലശ്ശേരി കടൽ തീരത്താണ് കാണപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് ഇങ്ങനെയുള്ള സ്തംഭങ്ങള് ഫെമിലിയർ ആയിട്ട് ഉള്ളത്. ഓക്കെ, സ്തംഭങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത്, അപ്പോ അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയ അതായത് തിരമാലയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞത്. ഒന്ന് എന്താ പറഞ്ഞത്, രണ്ടാമത്തേത് ഇപ്പൊ പറഞ്ഞത് എന്താണ്, സ്തംഭങ്ങൾ അല്ലെ. കടൽ തീര ക്ലിഫുകൾ അപരദന ഫലമായിട്ടാണോ നിക്ഷേപണ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്? ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത നോക്കിയ ഒരു പിക്ചർ കണ്ടോ, ബീച്ചിന്റെ പടം കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് നോക്കാം. അതായത് തിരമാലകളാലുള്ള നിക്ഷേപണത്തിന്റെ ഫലമായാണ് ബീച്ചുകൾ രൂപം കൊള്ളുന്നത്. തിരമാലകളാലുള്ള നിക്ഷേപണത്തിന്റെ ഫലമായാണ് ബീച്ചുകൾ രൂപം കൊള്ളുന്നത്. മണൽ, മിനുസമായ ചരൽ മുതലായവ കടൽ തീരത്ത് നിക്ഷേപിച്ചുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് ബീച്ചുകൾ. അപ്പൊ എങ്ങനെയാണ് നമ്മളിപ്പോ പോകുന്നത്, അതായത് നമ്മൾ ബീച്ചിലൊക്കെ പോവാറുണ്ടല്ലേ, ആ ബീച്ച് എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്? അതായത് തിരമാലകളുടെ നിക്ഷേപണത്തിന്റെ ഫലമായി. നമ്മള് കടൽ തീരം ക്ലിഫ് പറഞ്ഞത് അപരദനത്തിന്റെ ഫലമായിട്ടാണ് രൂപപ്പെട്ടേക്കുന്നത് അല്ലെ, തിരമാലകളുടെ. പക്ഷെ ബീച്ചുകളിലേക്ക് വരുമ്പോ എന്താണ്, അത് തിരമാലകളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് ബീച്ചുകള് രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോ മണല്, അതുപോലെ തന്നെ മിനുസമായിട്ടുള്ള ചരല് മുതലായവ കടൽ തീരത്ത് നിക്ഷേപിച്ചുണ്ടാകുന്ന ഭൂരൂപങ്ങളെയാണ് എന്ത് പറയുന്നത്, ബീച്ചുകൾ എന്ന് പറയുന്നത്. കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ളൊരു പ്രോസസ്സ് നടന്നാണ് എന്ത് രൂപപ്പെടുന്നത്, ബീച്ചുകള് രൂപപ്പെടുന്നത്. മണലും മിനുസമായ ചരലും ഒക്കെ നിക്ഷേപിച്ചാണ് നമ്മളിപ്പോ പോകുന്ന ബീച്ചുകളൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുള്ളത്. ഓക്കെ, ഇനി കോവളം, ശംഖുമുഖം, വർക്കല, ചെറായി, കോഴിക്കോട്, മുഴുപ്പിലങ്ങാട് തുടങ്ങിയ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട ബീച്ചുകളാണ്. പിന്നെ അതൊക്കെ നിങ്ങൾക്ക് അറിയാല്ലേ, കോവളം ബീച്ച് പ്രസിദ്ധമാണ്. ശംഖുമുഖം, വർക്കല, ചെറായി, കോഴിക്കോട്, മുഴുപ്പിലങ്ങാട് ഇതൊക്കെ എന്താണ് പ്രസിദ്ധമായിട്ടുള്ള ബീച്ചുകളാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, മരുഭൂമിയിൽ ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്ന ഭാഗ്യശക്തികൾ ഏതൊക്കെയാണെന്നുണ്ട്. അതായത് നമ്മളിപ്പോ തിരമാലകളുടെ എണ്ണം പറഞ്ഞു. തിരമാലകളുടെ ഇപ്പൊ എത്രണ്ണം പറഞ്ഞു? നമ്മളൊന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, മൂന്ന് ഫാക്ടേഴ്സ് പറഞ്ഞല്ലേ തിരമാലകളുടെ ഇതുമായിട്ട് രൂപപ്പെട്ട ഭൂരൂപങ്ങൾ. ഒന്ന് കടൽ തീര ക്ലിഫുകൾ, രണ്ടാമത്തെ എന്താണ് സ്തംഭങ്ങൾ, മൂന്നാമത്തതോ ബീച്ചുകൾ. ഇനി അടുത്തത് നോക്കാം, ബീച്ച്. ഇത് മരുഭൂമിയിലെ ഭൂരൂപങ്ങൾ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് കാറ്റാണ് കേട്ടോ. കാറ്റിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് മരുഭൂമിയില്
ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ ഒരു പിക്ചർ കണ്ടെത്തിട്ടുണ്ട് കേട്ടോ. 4.21 മരുഭൂമിയിലെ മണൽക്കാറ്റ് കണ്ടോ. ഇങ്ങനെ കാറ്റിന്റെ അപരദനവും നിക്ഷേപണത്തിന്റെ ഒക്കെ ഫലമായിട്ടാണ് മരുഭൂമിയിൽ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ശക്തമായ കാറ്റിനോടൊപ്പം മരുഭൂമിയിലെ മണൽത്തരികൾ ഇളകിപ്പോകുന്നത് കണ്ടല്ലോ. കണ്ടോ, ശക്തമായിട്ടുള്ള കാറ്റിനോടൊപ്പം എന്താണ് മരുഭൂമിയിലെ മണൽത്തരികൾ ഇളകിപ്പോകുന്നത്. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽമണ്ണിലെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. കാറ്റിന്റെ ഈ അപരദന പ്രവർത്തനത്തെ ഡിഫ്ലേഷൻ എന്ന് പറയുന്നു. അപ്പൊ ചോദ്യം ചോദിക്കാം, എന്താണ് ഡിഫ്ലേഷൻ എന്നത്? ഓക്കെ, അപ്പൊ ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാല് ശക്തമായ, അതായത് ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ ചുഴറ്റി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ മണൽക്കാറ്റ്, ശക്തമായിട്ടുള്ള മണൽക്കാറ്റ് എങ്ങനെയാണ് മരുഭൂമിയിലൊക്കെ വീശുന്നതെന്നൊക്കെ അല്ലെ. അപ്പോ ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് എന്താണ് മരുഭൂമിയിലെ വരണ്ട മണ്ണിനെ, അല്ലെ, വരണ്ട മണൽ മണ്ണ് അല്ലെ, നമ്മുടെ മരുഭൂമിയിൽ ഉണ്ടാവുന്നത് വരണ്ട മണൽ മണ്ണാണ് അല്ലെ. അപ്പൊ ഈ കാറ്റ് വീശുമ്പോ എന്താണ്, ഈ മണ്ണിനെ ഈ കാറ്റ് എടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എങ്ങോട്ട് കൊണ്ടുപോകും? മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഈ കാറ്റിന്റെ ഈ പ്രവർത്തനത്തിനെ പറയുന്ന പേരാണെന്ത്? ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താണ് ഡിഫ്ലേഷൻ? എന്താണെന്ന് പറഞ്ഞേ. ഡിഫ്ലേഷൻ മരുഭൂമിയിലെ ശക്തമായ കാറ്റ് വരണ്ട മണ്ണിനെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. ഇതിനെ ഡിഫ്ലേഷൻ എന്ന് പറയുന്നു. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മണൽ മണ്ണിനെ കൊണ്ടുപോകുന്നതിനാണ് എന്ത് പറയുന്നത്? ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഡിഫ്ലേഷൻ. ഓക്കെ, ഇനി നോക്കിയേ. ശക്തമായി വീശുന്ന കാറ്റുകൾ വഹിച്ചുകൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റു ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിന്റെ ഫലമായി ശിലകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. കാറ്റിന്റെ ഈ അപരദന പ്രവർത്തനം അപഘർഷണം എന്നറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ നാളെ നേരത്തെ നമ്മൾ പറഞ്ഞാണ് ശിലകൾക്ക് തേയ്മാനം സംഭവിക്കുന്നതിനെയാണ് അപഘർഷണം എന്ന് പറയുന്നത്. അപ്പൊ മരുഭൂമിയിൽ വരുമ്പോഴും ഈ കാറ്റിന്റെ ഈ സംഭവം കൊണ്ട് എന്താ ഉണ്ടാവണേ? അപഘർഷണം തന്നെയാണ് ഉണ്ടാകുന്നത്. ശിലകൾക്ക് തേയ്മാനം സംഭവിക്കുന്നതിന് പൊതുവെ പറയുന്ന പേരാണെന്ത്? അപഘർഷണം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ശക്തമായി വീശുന്ന കാറ്റുകൾ വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റു ശിലാപദാർത്ഥങ്ങളും, അതായത് ഇങ്ങനെ കാറ്റ് വീശുമ്പോ എന്താണ്, കാറ്റ് ഇങ്ങനെ അപരദന പ്രക്രിയ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്താണ്, അതിൽ എന്തുണ്ടാകും? ധാരാളം മണൽത്തരികൾ ഉണ്ടാവും അല്ലെ, അതുപോലെ തന്നെ ശിലാപദാർത്ഥങ്ങളും ഉണ്ടാവും. ഇതെന്താണ്, മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ തട്ടും. അതായത് മരുഭൂമിയിൽ എന്താണ്, ധാരാളം ശിലകൾ ഉണ്ടാവും. അങ്ങനെ കാറ്റിങ്ങനെ ഈ മണൽത്തരികളൊക്കെ വഹിച്ചുകൊണ്ട് വരുമ്പോൾ ഈ ശിലകളിൽ എന്ത് തട്ടും? ഈ ഒരു എന്താ പറയാ, ഈ ശിലകളില് ഈ മണൽത്തരികളും അതുപോലെ ശിലാപദാർത്ഥങ്ങളും ഒക്കെ എന്തിൽ തട്ടും? ഈ ഒരു ശിലകളിൽ തട്ടും. ഇങ്ങനെ തട്ടുമ്പോ എന്താണ്, അതിനെന്ത് പറ്റും? തേയ്മാനം സംഭവിക്കുന്നു. ഓക്കെ, ഡാമേജ് സംഭവിക്കും. ഇങ്ങനെ വന്ന് തട്ടുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കുന്നു. ഈ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണെന്ത്? അപഘർഷണം എന്നറിയപ്പെടുന്നത്. അപ്പൊ അതേ നോക്കി, ഇത്തരത്തിൽ രൂപപ്പെട്ട ഒരു ശിലയുടെ ചിത്രം ശ്രദ്ധിക്കൂ. കണ്ടോ, ഒരു ശില കൊടുത്തിട്ടുണ്ട് കണ്ടോ, കൂൺ പോലെ നിൽക്കുന്ന ഒരു ശില കണ്ടോ നിങ്ങൾ? 4.22 കണ്ടോ? ഡിഫ്ലേഷന്റെ ഫലമായിട്ട് മരുഭൂമിയിലെ ശിലയിൽ വന്ന് തട്ടി, അതായത് ഈ മണൽത്തരികളും അതുപോലെ ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിലെ ഒരു ശിലയിൽ വന്ന് തട്ടിയപ്പോൾ അതിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു ശിലയാണിത്. കൂൺ ശില എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ശിലകളിൽ, മരുഭൂമിയിലെ ശിലകളിൽ വന്ന് ഇങ്ങനെയുള്ള തേയ്മാനം മൂലം ഇങ്ങനെ വന്ന് തട്ടുമ്പോഴെന്താണ്, ആ ശിലകൾക്ക് എന്ത് സംഭവിക്കുന്നു? ഡാമേജ് വരുന്നു. അതായത് ശിലകൾ ചിലപ്പോൾ ഭാഗികമായിട്ട് എന്താ പറയാ, പകുതിയാകുന്നു, അല്ലെങ്കിൽ എന്താണ്, ഭാഗികമായിട്ട് തകർന്നു പോകുന്നു. വേറൊരു രൂപത്തിൽ ശിലകൾ പിന്നെ വരുന്നു തേയ്മാനം സംഭവിച്ചിട്ട്. അപ്പൊ അങ്ങനെ പൊതുവെ പറയുന്ന പേരാണെന്ത്? കൂൺ ശില എന്ന് പറയുന്നത്. ഓക്കെ, മരുഭൂമിയിലെ ശിലകൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവുന്ന ശിലയെ പറയുന്ന പേരാണ് കൂൺ ശില, മഷ്റൂം റോക്സ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപഘർഷണത്തിന്റെ ഇംഗ്ലീഷ് ടേം ഒന്ന് പറഞ്ഞുതരോ? അബ്രേഷൻ എന്നാണ് മോളെ. അബ്രേഷൻ, ABRASION, അബ്രേഷൻ കേട്ടോ. അപഘർഷണം.
ഓക്കെ, അബ്രേഷൻ ഇംഗ്ലീഷ് ടേം അല്ലേ അത്? എന്താ? അത് ഇംഗ്ലീഷ് ടേം തന്നെ അല്ലേ? ആ, ഇംഗ്ലീഷ് ടേം ആണ് അബ്രേഷൻ. ആയിക്കോട്ടെ. ഇനി നോക്കിയേ അടുത്തത്. അപ്പൊ നമ്മള് കോൺശിലകൾ രൂപപ്പെടുന്നത് കാറ്റിന്റെ എന്താ പറയാ ഇത് മൂലമാണ് അല്ലെ, അപകർഷണം മൂലമാണ് കൂൺശിലകൾ രൂപപ്പെടുന്നത്. ഇനി കാറ്റിന്റെ നിക്ഷേപണ ഫലമായാണ് മരുഭൂമികളില് മണൽ കൂനകൾ, സാൻഡ് ഡ്യൂൺസ് രൂപപ്പെടുന്നത്. അപ്പൊ എന്താണ്, ഇനി കാറ്റിന്റെ ഒരു ഫോമാണ് നമ്മളിപ്പോ പഠിക്കുന്നത് കേട്ടോ. കാറ്റ്, അതായത് മരുഭൂമിയിൽ കാറ്റ് മൂലം, അപരദന പ്രവർത്തനം മൂലം അല്ലെങ്കിൽ അപകർഷണം മൂലമാണ് ഇപ്പൊ ഒരു കൂൺശില രൂപപ്പെട്ടത്. അതുപോലെ തന്നെ വേറൊരു ഭൂരൂപമാണെന്ത്, മണൽ കൂനകൾ അഥവാ സാൻഡ് ഡ്യൂൺസ്. ഇനി വേറൊരു പേര് പറയുന്നത് ബർക്കനുകൾ എന്നാണ്. ബർക്കനുകള് മരുഭൂമിയിൽ എന്താ PDF അയച്ചു തരുമോ? ഈ നോട്ട് PDF ആയിട്ട് അയച്ചു തരുമോ? ഗ്രൂപ്പിൽ ഇടുവോ? നോട്ടാണോ ഉദ്ദേശിക്കുന്നത്? നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നോട്ട് നിങ്ങൾക്ക് തരൂട്ടൊന്ന്, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുമോ കേട്ടോ? ഗ്രൂപ്പിലാണോ? ഗ്രൂപ്പിൽ തന്നെ ആണോ? ഗ്രൂപ്പിലായിരിക്കും, അത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഗ്രൂപ്പിലാണെന്നോ? നിങ്ങൾക്ക് ഇതുവരെ നോട്ട്സ് കിട്ടിയിട്ടില്ലേ ഒന്നിന്റെ? ക്ലാസ് ക്ലാസ് റൂമിലായിരിക്കും. ഗൂഗിൾ ക്ലാസ് റൂമിലാണ് നോട്ട്സ് അവൈലബിൾ ആയിരിക്കുക. ഓക്കെ. ഇനി ബർക്കനുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് ചോദിച്ചാല് കാറ്റിന്റെ നിക്ഷേപണ ഫലമായിട്ടാണ് ബർക്കനുകൾ രൂപപ്പെടുന്നത്. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനുകളാണ് എന്ത് ബർക്കനുകൾ എന്ന് പറയുന്നത്. അതായത് മരുഭൂമികളിൽ എന്തുണ്ടാവും, ചന്ദ്രക്കലയുടെ ആകൃതിയിൽ നമുക്ക് എന്ത് കാണാം, മണൽക്കൂനുകളെ കാണാൻ പറ്റും അല്ലെ. ചെറിയ ചെറിയ മണൽക്കൂനുകളായിട്ട് മരുഭൂമിയിൽ ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണിത് ബർക്കനുകൾ എന്ന് പറയുന്നത്. അപ്പോ ബർക്കനുകളും അതുപോലെ തന്നെ കൂൺശിലകളും ഒക്കെ എന്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്? എന്തിന്റെ? കാറ്റിന്റെ ഫലമായിട്ടുണ്ടാകുന്നത്. അതിനകത്ത് ബർക്കനുകൾ എന്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്? കൂൺശിലകളോ? കൂൺശിലകളാണെങ്കിലോ അപകർഷണ ഫലമായിട്ടുണ്ടാകും. തേയ്മാനം സംഭവിക്കും. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. PSC ഏതൊരു ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ, ഇല്ലേ? പറ്റും. ഇനി നോക്കിയേ, അപ്പൊ കാറ്റിന്റെ കഴിഞ്ഞു കേട്ടോ. കാറ്റിന്റെ ആ 2 കാര്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്തത് മഞ്ഞുമലകളിൽ. അപ്പൊ നമുക്കറിയാം അല്ലെ, ഹിമാനികളെ രൂപപ്പെടുത്തുന്ന ഭൂരൂപങ്ങളാണ് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹിമാനികൾ നമ്മൾ നേരത്തെ ഒരു ഫസ്റ്റ് നമ്മൾ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞതാണ് എന്താണ് ഹിമാനികൾ എന്ന്. അതിവിടെ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കാം. വർഷങ്ങൾ നീണ്ട മഞ്ഞുവീഴ്ചയിലൂടെയാണ് ഇത്തരം മഞ്ഞുപാടങ്ങൾ രൂപം കൊള്ളുന്നത്. അനേകം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും കിലോമീറ്ററുകളോളം കനവും അത്യധികം ഭാരവുമുള്ള ഭീമാകാരമായ മഞ്ഞുമലകൾ രൂപം കൊള്ളുന്ന ഇടങ്ങളിൽ നിന്ന് സാവധാനം താഴ്വാരങ്ങളിലേക്ക് നീങ്ങുന്നു. ഇപ്രകാരം ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ അല്ലെ. അതായത് പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് എന്താണ്, അവിടെ നിന്ന് എന്താണ് ഒരു എന്താ പറയാ മഞ്ഞിന്റെ ഒരു പാളി താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നു. ഇതിനെയാണ് ഹിമാനികൾ എന്ന് പറയുന്നതെന്ന് ഫസ്റ്റ് ഇത് ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഹിമാനികൾ അഥവാ ഗ്ലേസിയേഴ്സ്. മഞ്ഞുപാളികൾ നീങ്ങുമ്പോൾ അവിടങ്ങളിലെ പാറക്കഷ്ണങ്ങളും മണ്ണും മറ്റു പദാർത്ഥങ്ങളും ഒപ്പം നീക്കിക്കൊണ്ടു പോകുന്നു. അപ്പൊ എന്താണ്, ഈ മഞ്ഞുപാളികൾ നീങ്ങുമ്പോൾ, അതായത് മുകൾ പ്രദേശത്ത് നിന്ന്, ഇപ്പൊ നിങ്ങള് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്ന് ഒരു മഞ്ഞുപാളി ജമ്മു കാശ്മീരിലേക്ക് സാവധാനം നീങ്ങി വരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെ നീങ്ങി വരുമ്പോൾ എന്താണ്, അവിടങ്ങളിലെ പാറക്കഷ്ണങ്ങളിലും, അതായത് സിയാച്ചിനിലെ പാറക്കഷ്ണങ്ങളും അതുപോലെ തന്നെ മണ്ണും മറ്റു പദാർത്ഥങ്ങളും ഒപ്പം നീക്കിക്കൊണ്ടു പോകുന്നു. ഈ ഹിമാനിയോടൊപ്പം എന്ത് പോകുന്നുണ്ട്, മണ്ണും പോകുന്നുണ്ട്, മറ്റു പദാർത്ഥങ്ങളും പോകുന്നുണ്ട്, അതുപോലെ പാറക്കഷ്ണങ്ങളും പോകുന്നുണ്ട്. ഹിമാനിയുടെ അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാറക്കഷ്ണങ്ങൾ അവ സഞ്ചരിക്കുന്ന പ്രതലങ്ങളെ ഉരച്ച് മിനുസപ്പെടുത്തുന്നു. അപ്പൊ എന്താ ചെയ്യുന്നത്, അതായത് ഹിമാനിയുടെ അടിയിൽ എന്താണ്, ധാരാളം പാറക്കഷ്ണങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തെന്നി നീങ്ങുമ്പോൾ ധാരാളം പാറക്കഷ്ണങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാറക്കഷ്ണങ്ങള് ഈ ഹിമാനി പോകുന്ന സ്ഥലത്തൊക്കെ എന്താണ്, ആ സ്ഥലങ്ങളൊക്കെ എന്താണ് ഉരച്ച് മിനുസപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇത് വിവിധ തരം ഹിമാനീയ അപരദന ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു. അപ്പൊ എന്താണ്, ഇങ്ങനൊരു പ്രോസസ്സിലൂടെ ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്, അപരദന രൂപങ്ങള് സൃഷ്ടിക്കുന്നുണ്ട്.
അപ്പോ ഹിമാനികളുടെ പ്രവർത്തന ഫലമായുള്ള ഭൂരൂപങ്ങൾ ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിലും ധ്രുവ പ്രദേശങ്ങളിലുമാണ് സാധാരണയായി കാണപ്പെടുന്നത്. അപ്പൊ എന്താണ് ഹിമാനികളുടെ പ്രവർത്തന ഫലമായുള്ള ഭൂരൂപങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാല് ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിലും ധ്രുവ പ്രദേശങ്ങളിലുമാണ് ഈ ഒരു ഭൂരൂപങ്ങള് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി പർവ്വത ചെരുവിലൂടെയുള്ള ഹിമാനിയുടെ ചലനമാണ് ചിത്രത്തിൽ. അപ്പൊ എന്താണ് പർവ്വത ചെരുവിലൂടെ 4.25 ഒന്ന് നോക്കിയത് നിങ്ങൾ കണ്ടോ? പർവ്വത ചെരുവിലൂടെയുള്ള ഹിമാനിയുടെ ചലനം. ഹിമാനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചലനം നിമിത്തം പർവ്വതത്തിന്റെ വശങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കൂ. ഹിമാനികളുടെ അപരദന ഫലമായി ചിത്രത്തിൽ 4.26 കണ്ടോ? ഹിമാനികളുടെ അപരദന ഫലമായി. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് സ്ലൈഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്യാൻ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്, എന്നാലും ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് എപ്പോഴും നമുക്ക് നല്ലത്. കാരണം പിക്ചേഴ്സ് ഒക്കെ നോക്കാമല്ലോ. അപ്പോ നിങ്ങളുടെ അടുത്ത് ഉണ്ടോ? ആരുടെ അടുത്തെങ്കിലും ഉണ്ടോ നോട്ട് പ്രിന്റ് ഔട്ട് ഉണ്ടോ അതിന്റെ? ഉണ്ട്? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ നോക്കിയേ, അപ്പൊ ഹിമാനികളുടെ അപരദന ഫലമായിട്ടാണ് എന്താണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള താഴ്വരകൾ രൂപം കൊള്ളുന്നു. ഹിമാനികൾ ഇങ്ങനെ എന്താണ് പാറക്കഷ്ണങ്ങളും മണലും മറ്റു ശിലാപദാർത്ഥങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് തന്നെ നീങ്ങുമ്പോൾ അതിന്റെ ഒപ്പം എന്തുണ്ട്? മണലുണ്ട്, പാറക്കഷ്ണങ്ങളുണ്ട്, മറ്റു ശിലാപദാർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് അത് പോകുന്ന വഴി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയുള്ള ആ ഒരു പ്രതലത്തെ മിനുസമാക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴെന്താണ് ആ അപരദനം അങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സിന്റെ ഫലമായിട്ട് ചില താഴ്വരകൾ രൂപപ്പെടുത്തുന്നു. ഹിമാനികൾ എന്ത് ചെയ്യുന്നു? ചില താഴ്വരകള് രൂപപ്പെടുത്തുന്നു. അപ്പോ ചാരുകസേരയുടെ രൂപത്തിലുള്ള ഇത്തരം താഴ്വരകളെ സിർക്കുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? ഹിമാനിയുടെ അപരദന ഫലമായി രൂപപ്പെടുന്ന താഴ്വരയെ വിളിക്കുന്ന പേരാണെന്ത്? എന്താണ്? സിർക്കുകൾ. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടി പറയണോ അല്ലെ? ഓക്കെ, അതായത് നമ്മള് കുറെ കാര്യങ്ങൾ പറഞ്ഞു. കാറ്റ് പറഞ്ഞു, വെള്ളം പറഞ്ഞു, മഴ പറഞ്ഞു, അങ്ങനെ കുറെ കാര്യങ്ങൾ എന്താണ് ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കാറ്റിന്റെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ അടുത്തതാണ് ഹിമാനി എന്ന് പറയുന്നത്. ഹിമാനി എന്ന് പറയുന്ന ഒരു സംഭവം ഉയർന്ന പ്രദേശം, അതായത് ഉയർന്ന മഞ്ഞു പ്രദേശത്ത് നിന്ന് താഴ്വാരങ്ങളിലേക്ക് എന്താണ് ഒരു കഷ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു പീസായിട്ട് എന്താണ് തെന്നി മാറുന്ന ഒരു ഇതാണ് ഹിമാനി എന്ന് പറയുന്നത്. ഒരു മഞ്ഞുപാളിയാണ് ഹിമാനി, അടർന്നു വീഴുന്ന ഒരു മഞ്ഞുപാളിയാണ് ഹിമാനി എന്ന് പറയുന്നത്. ഈ ഹിമാനി ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴേക്ക് വരുമ്പോൾ, ഈ മഞ്ഞുപാളി ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴേക്ക് നീങ്ങുമ്പോഴെന്താണ് അതിന്റെ കൂടെ ഈ ഹിമാനിയുടെ അടിയിലായിട്ട് എന്തുണ്ട്? ധാരാളം പാറക്കഷ്ണങ്ങളുണ്ട്. അതിന്റെ കൂടെ തന്നെ പാറക്കഷ്ണങ്ങളുണ്ട്, ചരലുണ്ട്, മണലുണ്ട്, മറ്റു ശിലാപദാർത്ഥങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് വഹിച്ചുകൊണ്ട് വരുമ്പോ എന്താണ്? വഹിച്ചുകൊണ്ട് വരുമ്പോൾ ആ പോകുന്ന ആ ഒരു പ്രതലുണ്ടല്ലോ, ആ ഹിമാനി തെന്നി നീങ്ങുന്ന ആ പ്രതലത്തിന് മിനുസപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങനെ പോകുമ്പോഴെന്താണ് അത് അപരദനമല്ലേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്തിനെ കൂട്ടിക്കൊണ്ടു പോവുകയല്ലേ ചെയ്യുന്നേ? ശിലകളായിക്കോട്ടെ ഇതിനൊക്കെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ ഹിമാനി ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ ഇതിന്റെ അപരദന ഫലമായിട്ട് ചില താഴ്വരകൾ രൂപപ്പെടുത്തുന്നു. ഹിമാനി എന്ത് ചെയ്യുന്നുണ്ട്? താഴ്വരകൾ രൂപപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ താഴ്വര രൂപപ്പെടുത്തുന്ന ഒരു താഴ്വരയാണ് സിർക്കുകൾ എന്ന് പറയുന്നത്. സിർക്കുകൾ എന്ന് പറയുന്നത് ചാരുകസേരയുടെ ആകൃതിയിലുള്ള താഴ്വരകളെയാണ് സിർക്കുകൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ പടം നോക്കിയേ, 4.26 പിക്ചർ കണ്ടോ? ഇത് ഹിമാനി രൂപപ്പെടുത്തുന്ന ഭൂരൂപമാണ് സിർക്കുകൾ. കണ്ടോ? ചാരുകസേരയുടെ ആകൃതിയാണ് ഇതിന് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇതെന്താണ് ഹിമാനി, അതായത് ഉയർന്ന പ്രദേശത്ത് നിന്ന് വരുന്ന ഹിമാനി ഇങ്ങനെ, അതായത് പ്രതലത്തിലൂടെ സഞ്ചരിച്ച് എന്താണ് അതിന്റെ ഫലമായിട്ട് ആ ഹിമാനി ഉണ്ടാക്കിയ ഒരു ഭൂരൂപമാണെന്ത്? സിർക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ സിർക്കുകൾ എന്താണെന്ന് ഓർത്തിരുന്നാൽ മതി. ചാരുകസേരയുടെ ആകൃതിയിലുള്ള ഒരു ഭൂരൂപമാണ് സിർക്ക്. അത് ആരുണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഹിമാനിയാണ് ഉണ്ടാക്കുന്നത്. ഹിമാനിയുടെ അപരദന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് സിർക്കുകൾ രൂപം കൊള്ളുന്നത്. ഓക്കെ, അപ്പൊ 3 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. 3 ക്വസ്റ്റ്യൻ നമുക്ക് ഇതിന്ന് ക്രിയേറ്റ് ചെയ്യാം. എന്തൊക്കെയാണ്? ഹിമാനി ഉണ്ടാക്കുന്ന ഭൂരൂപത്തിന്റെ പേര് എന്താ? പ്രവർത്തനത്തിന്റെ ഫലമായാണ് സിർക്കുകൾ ഉണ്ടാകുന്നത്.
അപരദന പ്രക്രിയയുടെ ഫലം. അപരദന പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അല്ലെ? എന്താകൃതിയാണ് സിർക്കുകൾക്കുള്ളത്? വീരൂപ ചാരുകസേര ചാരുകസേരയുടെ ആകൃതിയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കി. താഴ്വരകളെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരദന നിമിത്തം പൊതുവെ നിരപ്പായ അടിത്തട്ടും ചെങ്കുത്തായ വശങ്ങളുമുള്ള യൂരൂപ ഹിമ താഴ്വരകൾ രൂപം കൊള്ളുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, പോയിന്റ്സ് ഒന്നും ഇല്ല അതിനകത്ത്. ഇനി അടുത്തത് നോക്കാം. ഹിമാനികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാനങ്ങൾ ഹിമ താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഈ നിക്ഷേപ ഭൂരൂപങ്ങളാണ് മൊറൈനുകൾ. കണ്ടോ, മൊറൈനുകൾ. അപ്പൊ നമ്മൾ നേരത്തെ സിർക്കുകൾ എന്താണ് അപരദന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുള്ള രൂപപ്പെട്ടേക്കണേ. എന്നാൽ നോക്കിയേ, നിക്ഷേപണ പ്രവർത്തനം നടത്തുന്നുണ്ട് ഇവിടെ ഹിമാനി കേട്ടോ. ഹിമാനികൾ വഹിച്ചുകൊണ്ടുവരുന്നു. ഇപ്പൊ അത് കുറെ സാധനങ്ങൾ വഹിച്ചുകൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഹിമാനികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങള് ഹിമ താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു കേട്ടോ. വിവിധ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ നിക്ഷേപിക്കപ്പെടുന്നു. ഈ ഭൂരൂപങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? മൊറൈനുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ഹിമാനിയുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാവുന്ന ഭൂരൂപങ്ങളെ വിളിക്കുന്ന പേരെന്ത്? എന്താ? മൊറൈനുകൾ. മൊറൈനുകൾ ഉണ്ടാകുന്നത് നിക്ഷേപണത്തിന്റെ ഫലമായിട്ടാണ്. എന്നാൽ സിർക്കുകൾ ഉണ്ടാകുന്നത് അപരദനത്തിന്റെ ഫലമായിട്ടാണ്. കണ്ടോ, പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡെപ്പോസിഷൻ നടക്കുന്ന ഭാഗമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മൊറൈനുകൾ പറഞ്ഞു. ഓക്കെ, ഹിമാനികൾ ഉണ്ടാക്കുന്ന രണ്ട് ഭൂരൂപങ്ങളുടെ പേരെന്ന് പറഞ്ഞു. ഒന്ന് എന്താണ്? ഒന്ന് രണ്ട് സിർക്കുകൾ എങ്ങനെയാ ഉണ്ടാകുന്നത്? അപരദനം അല്ലെ? അപരദന പ്രക്രിയ, നിക്ഷേപണ പ്രവർത്തനങ്ങൾ അല്ലെ. ഓക്കെ, ഇത് നോക്കിയേ. അപരദന ഫലമായി ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കപ്പെടുകയും നിക്ഷേപണ ഫലമായി താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുകയും ചെയ്യുന്നു. ഈ രണ്ട് പ്രവർത്തനങ്ങളും ഭൗമോപരിതലത്തെ നിരപ്പാക്കുന്നതിനാൽ ഇവയെ പൊതുവെ നിരപ്പാക്കൽ പ്രക്രിയ എന്ന് പറയുന്നു കേട്ടോ. നിരപ്പാക്കൽ പ്രക്രിയ അഥവാ ഗ്രേഡേഷൻ പ്രോസസ് എന്ന് പറയുന്നു. അപരദന ഫലമായിട്ട് എന്താ ചെയ്യുന്നത്? ഉയർന്ന പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിരപ്പാക്കുന്നു. അതായത് പോണ വഴി എന്താണ്? ഇങ്ങനെ നിരപ്പാക്കിക്കൊണ്ട്, അതല്ലേ, മിനുസപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അപരദന ഫലമായി ഉയർന്ന പ്രദേശങ്ങള് നിരപ്പാകുകയാണ് ചെയ്യുന്നത്. ഇനി നിക്ഷേപണ ഫലമായിട്ട് എന്താ ചെയ്യുന്നത്? ആരാ മ്യൂട്ട് ഒന്ന് ചെയ്തേ? മറ്റുള്ളവർക്ക് കേൾക്കുന്നില്ല എന്ന്. മ്യൂട്ട് ചെയ്തോ? മ്യൂട്ട്, എല്ലാവരും മ്യൂട്ട് ചെയ്യട്ടോ. ലാലി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ആ, ഓക്കെ, മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ്? എന്താ ക്ലിയർ അല്ല, എക്കോ ഉണ്ട്. ഇനി ആരും മ്യൂട്ട് ചെയ്യാത്തെ? എല്ലാവരും മ്യൂട്ടാണ്. ഓക്കെ, പറയാം കേട്ടോ. അപ്പൊ അപരദന ഫലമായിട്ട് ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കപ്പെടുകയും നിക്ഷേപണ ഫലമായിട്ട് എന്താണ്? താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുന്നു അല്ലെ. നമ്മൾ താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ടാണ് ഡെപ്പോസിഷൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ താഴ്ന്ന പ്രദേശങ്ങള് നിക്ഷേപണ ഫലമായിട്ട് ആ ഒരു പ്രത്യേക എന്താ പറയാ, ഒരു സ്ഥലത്ത് എന്താണ് ഡെപ്പോസിഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്പേസ് എന്താണ്? നികത്തപ്പെടുകയാണല്ലേ ചെയ്യുന്നത്. അപ്പൊ നികത്തപ്പെടുകയും ചെയ്യുന്നു. ഈ രണ്ട് പ്രവർത്തനങ്ങളും ഭൗമോപരിതലത്തെ നിരപ്പാക്കുന്നതിനാൽ ഇവയെ പൊതുവെ നിരപ്പാക്കൽ പ്രക്രിയ എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ചാപ്റ്റർ കഴിഞ്ഞിട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക്? പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ. വർക്ക്ഷീറ്റ് കൊടുത്തിരിക്കുന്നില്ലേ? നോക്കിയേ, കണ്ടോ? ഇത് നിങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒന്ന് പറഞ്ഞു. ഒന്ന് ഞാൻ പറയില്ല, നിങ്ങൾ പറയണം. ഭൂരൂപത്തിന്റെ പേര്? സഹായി എന്താണ്? തിരമാല. ഇവിടെയോ? ഓക്കെ, അപരദനം. ഇനി ഇവിടെയോ?
എന്താണ്? കാറ്റ്. അപരതനാണോ നിക്ഷേപണാണോ? അപരദനം. 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 ഇനി ഇതെന്താണ്? സ്തംഭം അല്ലേ? സ്തംഭങ്ങൾ. സ്തംഭങ്ങൾ. തിരമാല. നിക്ഷേപം. ഇനി ഇതെന്താണ്? സിർക്കല്ലേ? ചെറുക്കുകൾ. ഹിമാനി. അപരദനം. ഇനി ബീച്ചല്ലേ? ബീച്ച്. തിരമാല നിക്ഷേപണം. ഓക്കെ, വെരി ഗുഡ്. ഇനി മണൽ. മണൽ. അത് ബർക്കുകളല്ലേ? അത് എന്താ? കാറ്റല്ലേ? കാറ്റ്. നിക്ഷേപണം. ഓക്കെ, ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ നിങ്ങക്ക് ഈ ചാപ്റ്റർ ക്ലിയർ ആയി വിശ്വസിക്കുന്നു അല്ലെ? എല്ലാവർക്കും ക്ലിയർ ആയി? എല്ലാവർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? മാം, ഒരു ഡൗട്ട് ഉണ്ട്. ഒന്ന് മരുഭൂമിയിലെ ടേംസ് ഒന്ന് പറഞ്ഞുതരോ? ഏതാണ്? മരുഭൂമിയിൽ സംഭവിക്കുന്നതിന്റെ ടേംസ് ഒന്ന് പറഞ്ഞുതരോ? 3 ഇംഗ്ലീഷ് ടേംസ് ആണോ വേണ്ടേ? ഡിഫ്ലേഷൻ, പിന്നെ രണ്ടാമത്തത് ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഡിഫ്ലേഷൻ ഉണ്ട്, പിന്നെ അബ്രേഷൻ ഉണ്ട്, അപകർഷണം. പിന്നെ മൂന്നാമത്തത് കൂൺശിലകൾ, മഷ്റൂം റോക്സ് കേട്ടോ. കൂൺശില റോക്സ്. പിന്നെ മണൽക്കൂനുകൾ അഥവാ സാൻഡ് ഡ്യൂൺസ്. മണൽക്കൂനുകള് മണൽക്കൂനുണ്ടാവുന്നെന്ന് പറഞ്ഞല്ലോ, അതിന്റെ പേരാണ് ബർക്കനുകള്. മണൽക്കൂനുകളെ പറയുന്ന പേര് സാൻഡ് ഡ്യൂൺസ് എന്നാണ്. ബർക്കനുകളെ പറയുന്നത് ബർക്കൻസ് എന്ന് കേട്ടോ. അതല്ല, ചന്ദ്രക്കല പോലെ ഷേപ്പിലുള്ള എന്താണ് ഇംഗ്ലീഷ് ടേം? അത് ബർക്കൻസ്. ബർക്കൻസ്. ഓക്കെ, ഒന്ന് സ്പെല്ലിംഗ് ഒന്ന് പറയോ? ബർക്കൻസിന്റെ ആണോ? BARCHANS. ഓക്കെ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ തീർന്നു കേട്ടോ. ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ദിവസം ഏതായിരിക്കും ഇതിന്റെ? അടുത്ത ദിവസം ചാപ്റ്റർ ആയിരിക്കുള്ളൂ എനിക്ക് തോന്നുന്നു. സമുദ്രത്തിന്റെ എന്തോ ഒരു സംഭവം, സമുദ്രങ്ങളില്ലേ? പസഫിക്, പിന്നെ അറ്റ്ലാന്റിക് എന്നൊക്കെ പറഞ്ഞ സമുദ്രങ്ങളുണ്ടല്ലോ. എന്താ? ഇതിന്റെ തൊട്ടടുത്ത ചാപ്റ്റർ ആണ്, 5ാമത്തെ ചാപ്റ്റർ ആണ് വരുന്നത് കേട്ടോ. പേര് സമുദ്രങ്ങളിലൂടെ അങ്ങനെ എന്തോന്ന് തോന്നുന്നു. എന്താ? കേട്ടില്ല ഞാൻ, ഒന്നുകൂടി പറയാമോ? ഓക്കെ, താങ്ക് യു ടീച്ചർ. അയ്യോ, കഴിഞ്ഞിട്ടില്ല, പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങള് എന്നോട്? ആരോ ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞല്ലോ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പോവല്ലേ? 10 മിനിറ്റ് ഇല്ലേ? അവിടെ ഇരിക്കേ. ഈ സമുദ്രത്തിനെ കുറിച്ച് ടീച്ചർ ഇട്ടുതരുമെന്ന് പറഞ്ഞില്ലേ? അത് നോട്ടായിട്ട് ഇട്ട് തരുമോ എന്നാണ് ചോദിക്കുന്നത് ക്ലാസ് റൂമില്. നോട്ടായിട്ട് ഇട്ട് ഞാൻ ഇതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സമുദ്രമാണെങ്കിൽ നമുക്ക് ഈസിയാണ് പഠിക്കാനായിട്ട്. നോട്ട്സിന്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഞാൻ തരാം, നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് തരാം. മതിയില്ലേ? മതിയോ? മതി. അതായത് നമ്മള് അടുത്ത ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണ് നോട്ട്സ് വേണോ അല്ലെങ്കിൽ ആവശ്യമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എന്നോട് പറഞ്ഞാൽ മതി, നോട്ട്സ് വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ. പിന്നെ മിസ്, സമുദ്രങ്ങളെ പറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവൂലേ? ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച അങ്ങനത്തെ ക്വസ്റ്റ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യോണ്ട്. ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കും കേട്ടോ. ഇതിപ്പോ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2021 പ്രിലിംസിൽ തുടങ്ങി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. 2021 പ്രിലിംസിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. 2021 തുടങ്ങി പിന്നെ ഇങ്ങോട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? നദീജന്യ ദ്വീപ്? ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പർവ്വതനിര ഏതാണ്? മൗണ്ട് കാരക്കോറം കേട്ടോ. കാരക്കോറത്തിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്.
മൂന്ന് പ്രധാന, അതായത് ട്രാൻസ് ഹിമാലയയിലെ 3 പ്രധാന മലനിരകളാണുള്ളത്. ഒന്ന് കാരക്കോറം, പിന്നൊന്ന് ലഡാക്ക്, പിന്നൊന്ന് സസ്കർ. ഇതിനകത്ത് ഏറ്റവും അപ്പർ, അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മലനിര ഏതാന്ന് ചോദിച്ചാൽ അത് കാരക്കോറം മലനിരയാണ്. കാരക്കോറത്തിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം? ചില്ലാർ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം? ഉപദ്വീപിയൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി അല്ലേ? ഓക്കെ. ഏറ്റവും കൂടുതൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? മണ്ണിനം? പർവ്വത മണ്ണ്. ജൈവസമ്പുഷ്ടമായിട്ടുള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പർവ്വത മണ്ണാണ് കേട്ടോ. പർവ്വത മണ്ണ് ജൈവസമ്പുഷ്ടമായി. കൂടി പറയോ? ഞാൻ പറയാലോ. നോട്ട് എഴുതാനാണോ? എഴുതിയെടുക്കാനാ. ശരി. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കേട്ടോ, മജൂലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മജൂലി. രണ്ടാമത്തെ എഴുതിയിട്ടുണ്ട് മാഡം, മൂന്നാമത്തത് മതി. സിന്ധു നദി. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ചില്ലാറാണ് കേട്ടോ. ചില്ലാർ. അതെ, മൗണ്ട് ഗേറ്റ് തന്നെയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. അതെ. മൗണ്ട് ഗേറ്റ് തന്നെയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇതിന്റെ വേറൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നുള്ളത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം? ഇതിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ. ഇതിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ മാഡം, എഴുതി. ഏറ്റവും കൂടുതൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ഏറ്റവും കൂടുതൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ഏതാണ് മണ്ണിനം? പർവ്വത മണ്ണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി? സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? പഠിച്ചല്ലേ? ചിനാബ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര? ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി. ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ഇക്കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ് ഇതൊക്കെ. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ്? ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ത്രികോണാകൃതിയാണ് അല്ലെ? അല്ല, ഒരു ഷേപ്പ് അല്ലേ അത്? ത്രികോണാകൃതി അല്ലേ? അപ്പൊ നോക്കിയാ നിങ്ങള് ആ ത്രികോണാകൃതിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതായിരിക്കും? പൂർവഘട്ടമാണ് കേട്ടോ. കിഴക്ക് ഭാഗം പൂർവഘട്ടവും പടിഞ്ഞാറ് ഭാഗം പശ്ചിമഘട്ടവുമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരെന്ന് പറയുന്നത് പശ്ചിമഘട്ടം, കിഴക്കേ അതിരെന്ന് പറയുന്നത് പൂർവഘട്ടവുമാണ് കേട്ടോ. ഡെക്കാൻ പീഠഭൂമിനെ ഓർക്കുമ്പോ ത്രികോണാകൃതി ഓർക്കുക കേട്ടോ. ത്രികോണാകൃതി. ഐസ്ക്രീമിന് നമ്മൾ കോൺ ഐസ്ക്രീമിന്റെ ആ ഒരു ഷേപ്പ് ഇല്ലേ, അത് ഓർത്തിരുന്നാ മതി. ഇതിനകത്ത് ഓപ്ഷൻ പറയുന്നുണ്ട് കേട്ടോ. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നർമ്മദ, പെരിയാർ, മഹാനദി, സിന്ധു. മഹാനദി.
അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി അല്ലെ? മഹാനദിയാണ്. മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് അല്ലെ? കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. പറയോ മാഡം ടീച്ചർ? ഒന്നുകൂടി പറയാം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി: നർമ്മദ, പെരിയാർ, മഹാനദി, സിന്ധു. ആൻസർ മഹാനദിയാണ് കേട്ടോ. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി. ആകൃതി. ഓക്കെ. ആരാണ് അവിടെ ഒച്ചയുണ്ടാക്കുന്നത്? മ്യൂട്ട് ചെയ്യൂ. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.21. 1.21 ആണോ? 1.18% കേരളം. എത്ര ക്വസ്റ്റ്യൻ ആയി? 10 ആയി അല്ലേ? ഓക്കെ. 10 ക്വസ്റ്റ്യൻ മതി. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ഇന്ത്യയിലെ റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18% കേട്ടോ. 1.18%. ഓക്കെ. മിസ്, ആ സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തിന്റെ പേര് പറഞ്ഞുതരോ? ചില്ലാർ കേട്ടോ. പത്ത് ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ മാഡം. ഓക്കെ. അപ്പൊ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ ഞാൻ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാം. ഈ ലാസ്റ്റ് പറയുന്ന നിരപ്പാക്കിയ പ്രക്രിയയൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, അത് എഴുതി എടുക്കുക, പഠിക്കുക. ഓക്കെ. ഈ ചാപ്റ്റർ തറവായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ താങ്ക് യു കേട്ടോ. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു മിസ്. ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് ഇത് സിലബസിലുള്ളതാണോ ഇതൊക്കെ? എന്താ? SCRT നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട സംഭവമാണ്. 5 മുതൽ 10 വരെയുള്ള SCRT ചാപ്റ്റേഴ്സും പിന്നെ 11th 12 SCRT NCRT ഒക്കെ നോക്കേണ്ടതാണ്. ഇതൊക്കെ SCRT എന്നല്ലേ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നത്. ഇതൊക്കെ സിലബസിലുള്ളതാണെന്ന് പറഞ്ഞാല് സിലബസിൽ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ. ഓക്കെ. കുറെ ക്വസ്റ്റ്യൻസ് SCRT എന്നാണ് വരുന്നത് കേട്ടോ. SCRT നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. SCRT ആണ് നമ്മൾ ആദ്യം പഠിച്ച് തീർക്കേണ്ടത്. ഓക്കെ, ശരി. ഇന്ത്യയിലെ പഴക്കമേറിയ പർവ്വതനിര എന്ന് പറഞ്ഞ ഏതാണ്? അത് ആരവല്ലിയാണ്. ആരവല്ലി കേട്ടോ. ആരവല്ലി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസില്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഏതാ പറഞ്ഞേ? സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണോ? അതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ. അതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അല്ലെ? അതല്ലേ? ഗോഡ്ബിൻ ഓസ്റ്റിൻ ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറ കേട്ടോ. കാരക്കോറ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്ബിൻ ഓസ്റ്റിൻ ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറ കേട്ടോ. ഓക്കെ. ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും കിട്ടാൻ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ ഞാനിത് ഡിസോർഡർ ആയിട്ട് കിടക്കുന്നത് ഏതാണ്? ഇന്ത്യയുടെ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മജൂലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മജൂലി കേട്ടോ. മജൂലി.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടാത്തതുണ്ടോ? ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും കിട്ടി? ടീച്ചർ. ഓക്കെ, കഴിഞ്ഞു.